അന്വേഷണം കോടതി പ്രഖ്യാപിച്ചല്ലേ? അല്ല, വിജിലൻസ് ഡയറക്ടർ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ചെയ്തതായിരിക്കും. അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. അതിൻ്റെ ഏതിൻ്റെ പേരിലാണ് ഇട്ടതെന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് ലഭ്യമായിട്ടില്ല. സാധാരണഗതിയിൽ ഒരു വിജിലൻസ് ഡയറക്ടർ ഒരു ഉത്തരവ് ഇറങ്ങണമെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ അത് സംബന്ധിച്ച് ഉണ്ടെങ്കിൽ മാത്രമേ സാധാരണ ഉത്തരവിടാറുള്ളൂ. ബാബുവിനെതിരായിട്ട് ഇത്തരം ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായതാണ്. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വിജിലൻസിൻ്റെ മുമ്പിലും കോടതിയുടെ മുമ്പിലും വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം വിജിലൻസ് കോടതി ഇടപെടുന്നുണ്ട്, വിജിലൻസ് വകുപ്പും ഇടപെടുന്നുണ്ട്. വിജിലൻസ് വകുപ്പ് ഇപ്പോൾ ചടുലമായി പ്രവർത്തിക്കുന്നൊരു വകുപ്പായിട്ട് മാറിയിട്ടുണ്ട്. അഴിമതിക്കാർക്ക് ഇപ്പോൾ ഉറക്കമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ വരുന്ന ആക്ഷേപങ്ങളെല്ലാം വിജിലൻസ് വകുപ്പ് പരിശോധിക്കണം. ഒരു അഴിമതി വിമുക്തമായ ഭരണമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് അടിസ്ഥാനത്തിൽ തന്നെ വിജിലൻസ് വകുപ്പ് ഇടപെടുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ ഇത് ഇപ്പോൾ ഇന്ന് തിരുവഞ്ചൂർ പറയുകയുണ്ടായി, സർക്കാർ വെറുതെ വിവാദങ്ങൾ വിളിച്ചു വരുത്തുകയാണെന്ന്. ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കിയാൽ വിവാദങ്ങൾ വിളിച്ചു വരുത്തുകയാണെന്നാണ് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ യോഗ വിഷയത്തിൽ പോലും സർക്കാർ വിവാദങ്ങൾ വിളിച്ചു വരുത്തുന്നു തിരുവഞ്ചൂർ അടക്കമുള്ളവർ പറയുന്നു. അങ്ങനെയാണോ കാര്യങ്ങളൊക്കെ? വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റിനെ എതിർക്കുന്നവരാണ്. ഓരോ പ്രശ്നങ്ങളും വിവാദമാക്കാൻ ശ്രമിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിനെ അസ്ഥിരീകരിക്കണമെന്ന് ചിന്തിക്കുന്ന വിഭാഗക്കാരാണ് ഓരോ പ്രശ്നങ്ങളെക്കുറിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പം യോഗാ പരിപാടി ദേശീയ തലത്തിൽ ഉള്ളൊരു പരിപാടിയാണ്, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നടപ്പാക്കുന്നൊരു പദ്ധതിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ആ പരിപാടിയുടെ ഭാഗമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള അവരുടെ ഒരു പ്രാർത്ഥന സംബന്ധിച്ച് ഒരു വിയോജിപ്പ് ആരോഗ്യവകുപ്പ് മന്ത്രി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് സംസ്ഥാന ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയല്ല തയ്യാറാക്കിയത്. അപ്പോൾ അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാക്കിയത് അതേപടി അംഗീകരിച്ചു കൊടുക്കേണ്ട ബാധ്യത സംസ്ഥാന ഗവൺമെൻറ്റില്ല. അപ്പോൾ അതിൽ തിരുവഞ്ചൂർ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആജ്ഞാനുവർത്തികളായി സംസ്ഥാന ഗവൺമെൻറ് പ്രവർത്തിക്കണമെന്നതായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അവരങ്ങനെയാണ് ചെയ്തതെങ്കിൽ ഞങ്ങൾക്കുള്ള അഭിപ്രായം ഞങ്ങൾ തുറന്നു പറയും. അങ്ങനെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന സമീപനമെടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് വിവാദമായിട്ട് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്, ദിവസമായി ചോദിച്ചുകൊണ്ടിരിക്കണം. ഈ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ, പിണറായി സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി തുടക്കത്തിൽ തന്നെ ഇത്തരം ശ്രമങ്ങളുണ്ട്. തലശ്ശേരിയിലെ ഒരു ചെറിയ സംഭവത്തെ പോലും വലിയ രീതിയിൽ ദേശീയ തലത്തിലെ വിവാദമാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെങ്ങനെ പാർട്ടി കാണുന്നത്? കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിനോട് പൊരുത്തപ്പെടാൻ UDFകാർക്കും BJPക്കാർക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പ്രതിപക്ഷം പ്രവർത്തിക്കുന്നത്. പ്രതിപക്ഷം BJPയും കോൺഗ്രസും ഒന്നിച്ചിട്ടാണ് ഇപ്പം കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. കോൺഗ്രസ് ഒരു പ്രശ്നം ഏറ്റെടുത്താൽ ഉടനെ BJP അത് ഏറ്റെടുക്കും, BJP ഒരു പ്രശ്നം ഏറ്റെടുത്താൽ ഉടനെ കോൺഗ്രസ് അത് ഏറ്റെടുക്കും. തലശ്ശേരിയിലുണ്ടായ പ്രശ്നം അവിടെ CPMൻ്റെ ഓഫീസിനകത്ത് കയറി പട്ടിക കഷ്ണമെടുത്ത് CPM പ്രവർത്തകന്മാരെ തല്ലുകയാണ് ചെയ്തത്. അങ്ങനെ തല്ലിയവരെ പേരിൽ കേസ് സാധാരണഗതിയിൽ എടുക്കില്ലേ? ആ കേസെടുത്തപ്പോൾ അവർ പോയി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. പോലീസ് അവരെ കോടതിയിൽ ഹാജരാക്കി. കോടതി ജാമ്യം കൊടുക്കുന്ന ഒരു കേസായിരുന്നു. ജാമ്യക്കാർ ഉണ്ടോ എന്ന് ജഡ്ജി ചോദിച്ചിട്ട് ജാമ്യക്കാരും ഹാജരായില്ല. അതിവരെ ജയിലിൽ അയക്കണമെന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി ആസൂത്രിതമായി ചെയ്തതാണ്. AK ആൻ്റണി KPC യോഗത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാ കോൺഗ്രസ്സുകാരും ജയിലിലേക്ക് പോകാൻ തയ്യാറാവും. അപ്പോൾ ഓരോ സ്ഥലത്തും ഇപ്പോൾ കോൺഗ്രസ്സുകാർ ആലോചിക്കുകയാണ് എങ്ങനെയാണ് ജയിലിലേക്ക് പോകേണ്ടത്. അതിനുള്ള വിദ്യ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയാണ്. തലശ്ശേരിയിലുണ്ടായ സംഭവത്തിൽ 2 കേസുകളുണ്ട്. ഇത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആണ് 2 ഭാഗത്തുള്ളത്. 2 കേസിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരാണ്. അങ്ങനെയുള്ള കേസ് എങ്ങനെയാണ് ദളിത് പീഡനമായിട്ട് മാറുന്നത്? ഒരു പ്രദേശത്തുണ്ടായ സംഭവത്തിൽ 2 ഭാഗത്തും ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉൾക്കൊണ്ടാൽ അതേതെങ്കിലും വിഭാഗത്തിനെതിരായിട്ടുള്ളൊരു പ്രശ്നമാണെന്ന് അവതരിപ്പിക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അതിൻ്റെ ഭാഗമായിട്ടൊരു കുട്ടി ഈ ജയിലിൽ പോകുന്ന സന്ദർഭത്തിൽ ഒരു കുട്ടിയെയും കൂടി കൂട്ടി. പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്ന സന്ദർഭത്തിൽ ആ കുട്ടിയില്ല. മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലെത്തി ജയിലിലേക്ക് പോകുന്ന സന്ദർഭത്തിലാണ് ഒരു കുട്ടി പ്രത്യക്ഷപ്പെടുന്നത്.
ഈ കുട്ടിയെ ജയിലിലടച്ചു എന്ന് വരുത്താൻ വേണ്ടിയിട്ടല്ലേ കുട്ടിയെ ജയിലിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ പ്രചരിപ്പിക്കുന്നത് കുട്ടികളെ ഇങ്ങനെ ചെയ്ത് ശരിയല്ല എന്ന്. ഒരു കുട്ടിയെയും ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു കുട്ടിയെ അറസ്റ്റ് ചെയ്തു എന്ന് പ്രചരിപ്പിക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്, ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് പ്രചരിപ്പിക്കുന്നത്. ഇടതുപക്ഷ മുന്നണി സർക്കാർ ഒരു കുട്ടിയെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ജയിലിലേക്ക് പോകുമ്പോൾ കുട്ടിയെ കൂടെ കൊണ്ടുപോയി. എന്നാൽ UDF ഗവൺമെൻറ് കാലത്ത് ചെയ്തത് മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ST വിഭാഗത്തിൽപ്പെട്ടവരെ ജയിലിലടച്ചപ്പോൾ കൂടെ കുട്ടികളെ ജയിലിലടച്ചില്ലേ? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സമരം ചെയ്തപ്പോൾ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 237 കുട്ടികളെ ജയിലിലടച്ച ആളാണ് ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയാണ് ഇപ്പോൾ പറയുന്നത് കുട്ടികൾ ആദ്യമായിട്ടാണ് ജയിലിലേക്ക് പോകുന്നത്. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ഓർമ്മശക്തി പരീക്ഷിക്കാൻ പാടില്ല. ഇടതുപക്ഷ മുന്നണി സർക്കാർ ദളിതരോട് യാതൊരു വിവേചനവും സ്വീകരിക്കില്ല. ദളിതർക്ക് സംരക്ഷണമായ നിലപാട് മാത്രമേ ഇടതുപക്ഷ മുന്നണി സർക്കാർ സ്വീകരിക്കൂ. ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം UDFനെ പോലെയല്ല, ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്ന ഒരു സർക്കാരായിരിക്കുന്നു. പക്ഷേ പകരം സ്ത്രീകളെയും കുട്ടികളെയും ജയിലിലടക്കുന്ന ഒരു സർക്കാരായി ഇത് മാറി എന്നുള്ളൊരു സംശയമാണ്. സ്ത്രീകളിൽപ്പെട്ട ആരെങ്കിലും പാർട്ടി ഓഫീസിൽ കയറി തല്ലിയപ്പോൾ മാധ്യമങ്ങൾ കൊടുത്തെന്താ? ഒരു വീരകൃത്യം ചെയ്തു, ഇവർക്കെങ്കിലും കഴിഞ്ഞല്ലോ എന്നാണ് ഒരു പത്രം എഴുതിയത്. അവരുടെ പേരിൽ പിന്നെ ജയിലിൽ പോകാൻ തയ്യാറായിട്ടുള്ള ആളുകളല്ലേ അത്തരം കൃത്യത്തിൽ പങ്കെടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇനി CPMന്റെ ഏതെങ്കിലും സ്ത്രീകൾ മറ്റേ ഓഫീസുകാരിൽ തല്ലിയാൽ കേസെടുക്കേണ്ടതാണോ നിലപാട്? അക്രമം ആര് കാണിച്ചാലും അവർക്കെതിരായി നിയമാനുസൃതമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കും. അത് ആസൂത്രണം ചെയ്തതാണ്. നിങ്ങൾ വിശ്വസിക്കില്ലെങ്കിൽ നിങ്ങളവിടെ പോയി അന്വേഷിച്ച് നോക്ക്. അത് കുട്ടിമാക്കൂലെന്ന് പറഞ്ഞ പ്രദേശം CPM ഒരു ശക്തി കേന്ദ്രമാണ്. ആ ശക്തി കേന്ദ്രത്തിനകത്ത് ഇവരെ ബോധപൂർവം തയ്യാറാക്കി 2 സ്ത്രീകളെ ഉള്ളിലേക്ക് അയക്കുകയാണ്. പുറത്ത് ആൾ കാത്തിരിക്കുകയാണ്. അത് ഈ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. CPMന്റെ ഓഫീസിൽ കയറി ആക്രമിച്ചാൽ നടപടിയെടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. കോൺഗ്രസിൻ്റെ ഓഫീസിൽ കയറി ആക്രമിച്ചാൽ കേസെടുക്കേണ്ടതാണോ സുധീരൻ്റെ നിലപാട്? അത് വ്യക്തമാക്കട്ടെ. ഞങ്ങളുടെ പാർട്ടി ഓഫീസിനെതിരായിട്ട് നിലപാട് എടുത്ത ആളുകൾക്കെതിരെ നിയമാനുസൃതമായ നടപടി എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഞങ്ങളുടെ പ്രവർത്തകന്മാർക്കെതിരായിട്ടും കേസെടുത്തിട്ടുണ്ട്. അവരിപ്പോൾ ജയിലിലാണുള്ളത്. അതിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അവരും ദളിതരല്ലേ. അപ്പോൾ ഇതൊരു ദളിത് വിഭാഗത്തിനെതിരായിട്ടുള്ളൊരു പ്രശ്നമല്ല. അത് ദളിത് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് ബോധപൂർവമാണ്. ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി ദളിത് വിഭാഗത്തെ ഇടതുപക്ഷത്തിനെതിരായി മാറ്റാമെന്നുള്ള ധാരണ വേണ്ട. ഇവരുടെ പരിപാടിയിൽ പങ്കെടുത്തേക്കാൾ കൂടുതൽ ദളിതരെ പങ്കെടുപ്പിച്ചുകൊണ്ട് 25-ാം തീയതി തലശ്ശേരിയിൽ വലിയ പരിപാടി PKS സംഘടിപ്പിക്കാൻ പോവുകയാണ്. എന്നിട്ട് ആരുടെ കൂടെയാണ് ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുള്ളത് ജനങ്ങൾ കാണട്ടെ. നിങ്ങളൊക്കെ അന്ന് 25-ന് തലശ്ശേരിയിൽ പോയിട്ട് നോക്കിക്കോ എന്താണ് അവിടെ നടക്കാൻ പോകുന്നതും. ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പിന്തുണ ആർക്കാണെന്ന് തലശ്ശേരിയിൽ അന്ന് പോയാൽ നിങ്ങൾക്ക് കാണാം.